ഹായ്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളോ അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെയോ ഫോട്ടോ നമ്മൾ എടുക്കണമെങ്കിൽ അദ്ദേഹം മൂവ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ വെഹിക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോ കറക്റ്റായിട്ടുള്ള എക്സ്പോഷറിൽ കറക്റ്റായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷട്ടർ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഷട്ടർ സ്പീഡ് കൂട്ടി വയ്ക്കുമ്പോൾ ഈ മൂവ് ചെയ്യുന്ന വസ്തുവിനെ ആൾമോസ്റ്റ് നിശ്ചലമാക്കുവാനുള്ള ഒരു കഴിവ് ഈ ക്യാമറയ്ക്കുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 60 കിലോമീറ്ററിൽ യാത്ര ചെയ്യുന്ന ഒരു കാർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ആൾമോസ്റ്റ് 17 മീറ്റർ അത് മൂവ് ചെയ്യും. ഈ ഒരു സെക്കൻഡിലേക്ക് 17 മീറ്റർ മൂവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാറ്, അതായത് ഒരു സെക്കൻഡിൽ 1700 സെൻറ്റിമീറ്റർ 1700 സെൻറ്റിമീറ്റർ ഒരു സെക്കൻഡിൽ ആ കാർ മൂവ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ 1/1700 ഓഫ് എ സെക്കൻഡിൽ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് ഓപ്പണും ക്ലോസും ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ആൾമോസ്റ്റ് ആ കാർ നിശ്ചലമാവുന്ന പോലെ ഈ ക്യാമറയ്ക്ക് ഫീൽ ചെയ്ത് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അപ്പം മൂവ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെയോ മൂവ് ചെയ്യുന്ന ആളിൻ്റെയോ വേഗത അനുസരിച്ചിട്ട് ഷട്ടർ സ്പീഡ് നമ്മൾ കൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയുടെ ക്ലാരിറ്റി വളരെ വളരെ നല്ലതായിരിക്കും. അതേപോലെ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ് ലൈറ്റ് കുറഞ്ഞതായിട്ടുള്ള ഒരു സന്ദർഭങ്ങളിൽ. ഈ ലൈറ്റ് കുറഞ്ഞതായിട്ടുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ ലൈറ്റ് അകത്തേക്ക് കടത്തിവിടാനായിട്ട് ഷട്ടർ കൂടുതൽ നേരം തുറന്നു വെക്കുക. ഷട്ടർ കൂടുതൽ നേരം തുറന്നു വെക്കുന്നത് ഷട്ടർ സ്പീഡ് കുറയ്ക്കുക എന്നുള്ള അർത്ഥം. ഈ ഷട്ടർ എന്ന് പറയുന്നത് ഈ ലെൻസിൻ്റെ പുറകിലുള്ള ഒരു കർട്ടനാണ്. അത് കർട്ടൻ ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഷട്ടർ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഷട്ടർ സ്പീഡ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റിൽ അത് ക്ലോസ് ചെയ്യുക. ഷട്ടർ സ്പീഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ അത് ക്ലോസ് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ അത് കൂട്ടുകയോ കുറയ്ക്കുന്നതനുസരിച്ചിട്ട് ലൈറ്റ് കൂടുതൽ അകത്തേക്ക് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അവസരങ്ങളാണ് ഈ സ്പോർട്സിൽ കളിക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു കാറിൻ്റെ ഫോട്ടോ എടുക്കുക, ഒരു വെള്ളത്തിൽ മൂവ് ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ബോട്ടിൻ്റെ ഫോട്ടോ എടുക്കുക, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കുക. ഈ സമയങ്ങളിലൊക്കെ ഷട്ടർ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എക്സ്പോഷറിൽ കറക്റ്റായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പർച്ചർ ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം വസ്തുവിൻ്റെ ദൂരം അനുസരിച്ചിട്ട് നമുക്ക് അപ്പർച്ചർ ആദ്യം വയ്ക്കേണ്ടി വരും. അതിനുശേഷം, കാരണം എന്തുമാത്രം സീനുള്ളിലേക്ക് വരണം, എന്തുമാത്രം ദൂരെയാണ് ആ വസ്തു എന്നനുസരിച്ചിട്ട് നമ്മൾ അപ്പർച്ചർ ആദ്യം സെറ്റ് ചെയ്യും. അതിനുശേഷം വസ്തുവിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാം. Now we'll see some examples of different shutter speeds. This is a ceiling fan rotating, a 3-blade ceiling fan rotating at a certain speed. So I would like to take a photograph of this one with the different shutter speeds. The first one I would like to take it with the shutter speed of 1/8 of a second. ISO is kept at 100 and rest of the other things are kept same in all the places, and the photograph looks like one leaf fan and the leaf is only like a line. We need to increase the shutter speed again, but still the camera captured only 2 leaves. It is a 3-leaf fan, but it captured only 2 leaves. I again increase the shutter speed to 1/250th of a second. ISO also I increased 6400. ISO is still not enough, but it captured the 3 blades. I increased the speed, the shutter speed to 1/500 of a second and the ISO to 12,800, and I am getting all the 3 leaves correctly in this picture. So I have been telling you that whenever something is in motion, according to the speed you should increase the shutter speed, and the ISO also has to be changed to get a clear exposure and a good picture.